റിപ്പോർട്ട് എക്സ്ക്ലൂസീവ്. കൊച്ചി നിയമസഭാ സീറ്റിൽ തർക്കം തുടരുന്നതിനിടെ ദീപ്തി മേരി വർഗീസിനായി പ്രചാരണ പോസ്റ്ററുകൾ തയ്യാറാക്കുന്നു. ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളും ഇതിനകം തയ്യാറായി. സർവം ദീപ്തം എന്ന പേരിലാണ് പ്രചാരണ പോസ്റ്ററുകൾ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, ദീപ്തി മേരി വർഗീസിന് വേണ്ടി KC വേണുഗോപാൽ അവിടെ പിടിമുറുക്കുന്നു എന്നുള്ള വിവരങ്ങളുണ്ട്. ദീപ്തിക്ക് സീറ്റ് ഉണ്ടാകുമോ എന്നുള്ള തീരുമാനം ഇന്നറിയാനാകും. പക്ഷേ ആ തർക്കത്തിനിടെ പോസ്റ്ററുകൾ റെഡിയായിരിക്കുന്നു എന്നാണ്. പോസ്റ്ററുകൾ റെഡിയായി എന്ന് മാത്രമല്ല, അത് ഒട്ടിച്ചു തുടങ്ങിയോ? സ്മൃതി, കൊച്ചി സീറ്റിന്റെ കാര്യത്തിൽ ഇപ്പോഴും കടുത്ത അനിശ്ചിതാവസ്ഥയുണ്ട് എന്ന് മാത്രമല്ല, VD സതീശൻ മുഹമ്മദ് ഷിയാസിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. അദ്ദേഹം ശക്തമായ നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ട് അവിടെ നിലവിൽ ദീപ്തി മേരി വർഗീസിന്റെ സീറ്റ് അനിശ്ചിതാവസ്ഥയിലാണ്, പ്രതിസന്ധിയിലാണ്. പക്ഷേ നേരത്തെ ലഭിച്ച ഉറപ്പിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം, നേതാക്കൾ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അവർ ഇങ്ങനെ പോസ്റ്റർ തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊടുത്തത് എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഞാൻ നോർത്തിലെ ഒരു പ്രിന്റിംഗ് സ്ഥാപനത്തിലാണ് ഉള്ളത്. ഇവിടെ ദീപ്തിക്ക് വേണ്ടി തയ്യാറാക്കിയ പോസ്റ്ററുകളാണിത്. അതായത് ഇതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, കൊച്ചി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി ഇനി കൊച്ചിയിൽ സർവം ദീപ്തം എന്ന പേരിലാണ് ഈ പോസ്റ്ററുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് കുറേയധികം പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കൊച്ചി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി. പിന്നെ അതിലൊരു ടാഗ് ലൈൻ, സർവം ദീപ്തം എന്നാണ് അതിൻ്റെ ടാഗ് ലൈൻ. ഇത് നേരത്തെ തന്നെ ഡിസൈൻ ചെയ്തതാണ്, പ്രിന്റിന് വേണ്ടി തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ ഈ അനിശ്ചിതാവസ്ഥ വന്നു രൂപപ്പെട്ടു, സീറ്റ് ലഭിച്ചേക്കില്ല എന്നൊരു സാഹചര്യം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ലെയിം ഉണ്ട്. അവർക്ക് കൊച്ചി കോർപ്പറേഷൻ മേയർ പദവി അടക്കം കൈവിട്ടു പോയതാണ് എന്ന് നമ്മൾ കണ്ടതാണ്. അത് തീരുമാനിച്ച് ഉറപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം പ്രിന്റിംഗിലേക്ക് പോയത്. പക്ഷേ അതിനുശേഷം ആ കാര്യങ്ങൾ അനിശ്ചിതാവസ്ഥയിലേക്ക് പോകുന്നു. ഇപ്പോൾ ഈ പ്രിന്റിംഗ് നിർത്തിവെച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ ഈ സ്ഥാപനത്തിലെ ആൾ കൂടി നമ്മളോടൊപ്പം ഉണ്ട്. എപ്പോൾ മുതലാണ് ഇത് പ്രിന്റിംഗ് തുടങ്ങിയത്? ഏകദേശം ഒരു 9 മണിയോടെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഇന്നലെ വൈകിട്ട് കഴിഞ്ഞ് റെഡിയിലെടുത്ത് കഴിഞ്ഞിട്ടാണ് ഒരു 9:30യോടെ. ഇപ്പൊ അത് പറഞ്ഞു പ്രിന്റിംഗ് ഇനി കണ്ടിന്യൂ ചെയ്യണ്ടെന്ന് പറഞ്ഞു. കണ്ടിന്യൂ ചെയ്യണ്ട, നിർത്തി വെച്ചിരിക്കാന്ന് പറഞ്ഞു. ക്യാൻസലായിട്ടില്ല പറഞ്ഞില്ല, ക്യാൻസൽ ഉറപ്പായിട്ടില്ല എന്ന് പറഞ്ഞു. നിർത്തി വെച്ച് നമ്മൾ ഡിസൈൻ ഒക്കെ ചെയ്ത് ഇവിടെ പ്രിന്റ് ഡിസൈൻ ഞങ്ങൾ കുറെ റെഡി എടുത്തു, എല്ലാ കാര്യങ്ങളും എടുത്ത് റണ്ണിങ് ആക്കാനായിട്ടുള്ള പ്ലാനായപ്പോഴാണ് നിർത്തി വെക്കണമെന്ന് പറഞ്ഞത്. അതാണ്, അതായത് ഈ ഒരു അനിശ്ചിതാവസ്ഥ ഉള്ളത് കൊണ്ട് ഈ ഓർഡർ തൽക്കാലം നിർത്തിവെക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ പ്രിന്റിംഗ് സ്ഥാപനത്തിലെ ആളുകൾ പറയുന്നത്. തൽക്കാലത്തേക്ക് അത് നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രിന്റിംഗിലേക്ക് പോയിട്ടുണ്ടാവുക. സാധാരണഗതിയിൽ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപനത്തിന് മുന്നേ മുന്നൊരുക്കം തുടങ്ങും. പക്ഷേ ആ മുന്നൊരുക്കം അവർക്ക് ലഭിച്ച ഉറപ്പിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും. ദീപ്തിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. അത് മാത്രമല്ല, അവർ അർഹതപ്പെട്ട നേതാവ് കൂടിയാണ്. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കൊച്ചി കോർപ്പറേഷൻ മേയറാകുമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും ദീപ്തി മേരി വർഗീസ് പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ്, പ്രധാനപ്പെട്ട വനിതാ നേതാവാണ് ദീപ്തി മേരി വർഗീസ്. അതോടൊപ്പം മുഹമ്മദ് ഷിയാസ്. ഏതു പേരാണ് പാർട്ടി തീരുമാനിക്കുക എന്നറിയാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും.